ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ V.A. ശ്രീജിത്ത് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കേരളം ഒരു കാലത്തും മറക്കാനാവാത്ത ചരിത്ര നേട്ടം നേടിയ ഡിസംബർ 27-ൻ്റെ ഓർമ്മകൾ അലതള്ളുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. 1973 ഡിസംബർ മാസം 27-ാം തീയതി ഇന്നിവിടെ കൊച്ചി നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അന്നത്തെ സന്തോഷ് ട്രോഫിയിലെ താരങ്ങൾ നമ്മുടെ നാടിനായി, നമ്മുടെ സംസ്ഥാനത്തിനായി അഭിമാനകരമായ വിജയം നേടിത്തന്ന അന്നത്തെ യൗവനമാണ് ഇന്നിവിടെ നഗരസഭയുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ നഗരസഭാ ബഡ്ജറ്റിൽ ബഹുമാനിയായ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ബഡ്ജറ്റിലാണ് സന്തോഷ് ട്രോഫി ചരിത്ര വിജയം നേടിയ താരങ്ങളെ കൊച്ചി നഗരത്തിൽ വെച്ച് ആദരിക്കണം എന്ന് നഗരസഭ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഡിസംബർ 27 ഈ വൈകുന്നേരം ഈ സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കൊച്ചിയെ ഒരു കായിക നഗരമായി വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നഗരസഭയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളതാണ്. തീർച്ചയായും നമ്മുടെ നഗരത്തിലെ എല്ലാ കായിക സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഭാവിയിൽ ഒരു നല്ല കായിക നഗരമായി കൊച്ചിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഊർജമായി നമ്മുടെ ഈ താരങ്ങളെ ആദരിക്കുന്ന ഈ ചടങ്ങ് മാറിത്തീരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച സ്കൂൾ തല, കോളേജ് തല ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ പര്യവസാനിപ്പിച്ച് അതിൻ്റെ സമ്മാന വിതരണം കൂടിയാണ് ഈ ചടങ്ങിൽ സംഘടിപ്പിക്കുന്നത്. മേയേഴ്സ് ട്രോഫി സംഘടിപ്പിക്കണം എന്നുള്ളത് ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അത് ഫുട്ബോളിൽ മാത്രമല്ല, എല്ലാ കായിക മേഖലയിലും മേയേഴ്സ് ട്രോഫി സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് കൊച്ചി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ടീമുകൾ പങ്കെടുക്കുന്ന, പ്രൊഫഷണൽ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം 2024 ക്രിക്കറ്റും അതുൾപ്പെടെ മറ്റ് വിവിധങ്ങളായ മത്സരങ്ങൾ മേയേഴ്സ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികൾക്കെല്ലാം ആവേശം പകരാൻ കഴിയുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കൊച്ചി നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി K.A. അൻസിയയാണ്. ശ്രീമതി K.A. അൻസിയയ്ക്ക് നിങ്ങളെല്ലാവർക്കും വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ സന്തോഷകരമായ സായാഹ്നം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സന്തോഷ് ട്രോഫിയുടെ ചരിത്ര വിജയാഘോഷം സംഘടിപ്പിക്കുവാനും കായിക മേഖലയിലെ വിവിധ ഇടപെടലുകൾ സംഘടിപ്പിക്കുവാനും നമ്മുടെ നഗരത്തിൻ്റെ ഒരു പുതിയ ദിശാബോധം നൽകി മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും കൂട്ടിയിണക്കി നമ്മുടെ എല്ലാവരെയും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് നമ്മുടെ ഈ സായാഹ്നം, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, അദ്ദേഹം ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ TJ വിനോദ് MLA, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. വൈകുന്നേരം എത്തിച്ചേരാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. PV ശ്രീനിജനും K. ചന്ദ്രൻപിള്ളയും ലോക്നാഥ് ബെഹ്റയും എത്തിച്ചേരാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടറിയാം, കൊച്ചി നഗരസഭയുടെ എന്ന് തന്നെയല്ല നമ്മുടെ പൊതുവായിട്ടുള്ളൊരു സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്.
KFIയുടെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം വളരെ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിലാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ സ്വാഗതം പറയേണ്ടവർ അല്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ താരങ്ങൾ എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതിനു മുൻപായി വേദിയിലുള്ള കൗൺസിലേഴ്സിനെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും മറ്റ് ഉദ്യോഗസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിന് ഞങ്ങൾ ഈ പരിപാടി ആലോചിക്കുന്ന സന്ദർഭം മുതൽ, ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മുതൽ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി പോരുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്പോർട്സ് മേഖലയുടെ കാരണവർ കൂടിയായിട്ടുള്ള മേത്തർ സാഹിബ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളിവിടെ കൂടുവാൻ കാരണം ഇവിടെ ഇരിക്കുന്ന സന്തോഷ് ട്രോഫിയിലെ 73 ടീം ആണ്. അന്ന് 10,000 പങ്കെടുത്ത മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ ആരവങ്ങൾക്കിടയിൽ 3 ഗോളുകൾ നേടിയ മണി എന്ന് വിളിക്കുന്ന ക്യാപ്റ്റൻ, പിന്നീട് ക്യാപ്റ്റൻ മണിയായി മാറിയ അദ്ദേഹത്തിൻ്റെ ഹാട്രിക് ഗോളിലൂടെ, അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഇവരെല്ലാവരും ടീമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഗോൾ നേടാൻ കഴിയുന്നത്. പാസ് ചെയ്താണല്ലോ പോകുന്നത്. ആ 3 ഗോളിലൂടെ ചരിത്ര പ്രസിദ്ധമായ വിജയം കൈവരിച്ച പ്രിയപ്പെട്ട താരങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. അവരിന്ന് 2 മണിക്ക് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നമ്മുടെ മേയേഴ്സ് കപ്പിൽ പങ്കെടുത്ത സ്കൂൾ കോളേജ് തല ടീമുകളുടെ ക്യാപ്റ്റന്മാരുമായി ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ ഹൃദ്യമായിരുന്നു, ഒരു അനുഭവം തന്നെയായിരുന്നു. ആ ചടങ്ങ് മുതൽ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ നിന്ന് ആരംഭിച്ച ഈ സോക്കർ കാർണിവലിലൊക്കെ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ താരങ്ങളെയും, അവരുടെ ഇപ്പോൾ നമ്മളോടൊപ്പം അന്ന് ഈ താരങ്ങളോടൊപ്പം ഉണ്ടാവുകയും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കുടുംബ അംഗങ്ങൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പൗരപ്രമുഖരായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, കായിക സംഘടനയുടെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഈ ടൂർണമെൻറ്റുകളുടെയും പ്രോഗ്രാമിൻ്റെയും കോർഡിനേറ്ററായി പ്രവർത്തിച്ച ശ്രീ PP ചന്ദ്രനാണ്. അദ്ദേഹം ഈ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഒരു കായിക പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ആദരവിന് ശേഷം നമ്മുടെ IMAയുടെ നഗരത്തിലെ ഡോക്ടേഴ്സിൻ്റെ സംഘടനയായിട്ടുള്ള IMAയുടെ ഡോക്ടേഴ്സ് അണിനിരക്കുന്ന ഒരു ബാൻഡ് ഇവിടെ അരങ്ങേറുന്നുണ്ട്. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സദസ്സിലുള്ള ഡോക്ടർ ഹനീഷാണ്. അദ്ദേഹത്തെയും അവരുടെ കലാകാരന്മാരെയും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.